മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം നമ്മുടെ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചാണ് വിശകലനം ചെയ്യുന്നത്. പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951-56 കാലഘട്ടത്തിലാണ്. 1951-56 കാലഘട്ടത്തിൽ ാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹാരോ ഡോമർ മോഡലിൻ്റെ അടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്തതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ the famous Harrow Domer model. It was launched in 1951 and its period is 51 to 56. That is our first 5-year plan. It is giving overwhelming importance to agriculture. Therefore, this first plan is also known as an agricultural plan. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ നടപ്പാക്കിയ ഏക പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാലും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇത് 1951 ഡിസംബർ 8 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പാർലമെൻറ്റിൻ്റെ മുന്നിൽ വെക്കുന്നത്. ഇതിൻ്റെ കരട്, ഇതിൻ്റെ ആർക്കിടെക്റ്റ്, ഇതിൻ്റെ പ്രിയാമ്പിൾ ഓഫ് ദ ഫസ്റ്റ് 5-year പ്ലാൻ വാസ് ഡൺ ബൈ മിസ്റ്റർ K.N. Raj, the famous economist K.N. Raj. ഒന്നുകൂടി ഓർക്കുക, the period of first 5-year plan is 1951-56. It is based on Harrow Domer model. It is giving top priority to agriculture. Therefore, it is known as an agricultural plan. It is the only plan which is adopted without the consent of NDC. And Jawaharlal Nehru presented this plan before Parliament on 8th December 1951, and the architect of the first plan is Dr. K.N. Raj. പഞ്ചവത്സര പദ്ധതി യഥാർത്ഥത്തിൽ ഒരു പ്രിപ്പറേറ്ററി പ്ലാനാണ്. ഒരു പഞ്ചവത്സര പദ്ധതിയുടെ രൂപകൽപ്പനയൊന്നുമില്ലാതെ ഒരാരംഭം എന്ന നിലയിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഈ കാലയളവിൽ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. 1952 ഒക്ടോബർ 2 കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആദ്യമായി ആരംഭിച്ചു. ഇന്ത്യയിൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ആരംഭിക്കുന്നത് 1952 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, അതിൻ്റെ ആരംഭം 1953 UGC യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ഫോം ചെയ്യുന്നത് 1953 UGCയുടെ ആക്ട് പാസ്സാക്കുന്നത് 1956. The first 5-year plan proposed only a 2.1% growth per annum, and the actual achievement was 3.6% growth rate per annum during the 5 years. And the first plan, the major achievement of the first plan is the first IIT, Indian Institute of Technology, was established at Kharagpur in 1951. Further, 4 more IITs were proposed during the plan period. പദ്ധതിയുടെ മറ്റ് പ്രധാന നേട്ടങ്ങളിൽ മൾട്ടിപർപ്പസ് പ്രോജക്റ്റുകളായ ഭക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി എല്ലാം ആരംഭിച്ചതും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടായതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. ഓർക്കുക, the targeted growth rate of first plan was only 2.1%. The actual growth rate achieved was 3.6%.
during the first plan period, the first IIT was established at Kharagpur on 1951, and 4 more IITs were proposed during the plan period. All India Institute of Medical Science was established in New Delhi during the plan period. And multi-purpose projects like Fakranangal, Hirakud and Damodar Valley were the contribution of the first 5-year plan. താരതമ്യേന വിജയം കൈവരിച്ച ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ തുടർന്ന് 1956 തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭം കുറിച്ചു. 1956 1961 ആയിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഇത് പ്രൊഫസർ PC മഹൽനോബിസ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ മോഡലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് ഇതിനെ മഹൽനോബിസ് പ്ലാൻ എന്നും അറിയപ്പെടുന്നു. വ്യാവസായിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന, വളരെ പ്രാധാന്യം നൽകുന്ന പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. 1956 ഇന്ത്യയുടെ പുതിയ വ്യാവസായിക നയം പ്രഖ്യാപിക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതി രേഖകൾക്ക് രൂപകൽപ്പന ചെയ്യപ്പെടുകയും ചെയ്ത പദ്ധതിയാണ് രണ്ടാമത്തേത്. ഈ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് 3 പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. അത് യഥാക്രമം ഭിലായ്, അന്ന് മധ്യപ്രദേശിലായിരുന്ന ഭിലായ്, ഇന്ന് ഛത്തീസ്ഗഡിലാണ്, റഷ്യയുടെ സഹകരണത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ് ഭിലായ്. രണ്ടാമത്തേത് ദുർഗാപൂരിലാണ്, പശ്ചിമ ബംഗാളിൽ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ സഹായത്തോടെയും. മൂന്നാമത്തേത് ഒഡീഷയിലെ റൂർക്കേലയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് ജർമ്മനിയാണ് എല്ലാ സഹായവും നൽകിയത്. ഈ പദ്ധതിയുടെ ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റ് 4.5% നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത് 4.27%. Second 5-year plan was launched in 1956. It gave top priority to the industrial sector. It was based on the model of Professor PC Mahalanobis. It aimed at mixed economy for our country. Mixed economy ലക്ഷ്യം വെച്ച പദ്ധതി, ആദ്യത്തെ പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. Mixed economy was the prime objective of the second 5-year plan. അപ്പോൾ മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം which is giving top priority to both sectors. That means there will be a public sector, there will be a private sector, and there will be a third sector where public and private participation is taking place. Such an economy where private sector is existing side by side with the public sector is called mixed economy. Therefore, mixed economy is accepted as the objective of our economy during the second 5-year plan. 3 major steel plants were established during this second 5-year plan period. They are Bhilai, with the assistance of Russia. Earlier it was in Madhya Pradesh, now it is in Chhattisgarh. The second one at Durgapur in West Bengal with the assistance of Great Britain, and the third one at Rourkela
in Odisha with the help of West Germany. Targeted growth rate of the second 5-year plan was 4.5% per annum, and the achieved growth rate is 4.27%. Remember, it is a second 5-year plan is an industrial plan where topmost priority is given for this industrial sector. 61-66 പീരീഡാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടേത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 ആരംഭിച്ചു. പീരീഡ് 61-66. ഒരു ബാലൻസ്ഡ് ഇക്കോണമി ലക്ഷ്യമിടുന്ന ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയാണ് തേർഡ് 5-year പ്ലാൻ. സ്വാശ്രയത്വത്തിൽ അധിഷ്ഠിതമായൊരു സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുക, ഇറക്കുമതി പരമാവധി കുറയ്ക്കുകയും ആഭ്യന്തര ഉൽപ്പാദനം ഈ ഇറക്കുമതിക്ക് പകരമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിന് ലക്ഷ്യമിട്ട പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് 1965 സ്ഥാപിക്കപ്പെട്ടു മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. പക്ഷേ മൂന്നാം പഞ്ചവത്സര പദ്ധതി മൊത്തത്തിൽ ഒരു വൻ പരാജയമായിരുന്നു. അതിനുള്ള പ്രധാന കാരണം 1962 ചൈനക്കാരുടെ ഇന്ത്യൻ ആക്രമണവും 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും. ഈ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം ഈ പദ്ധതി കാലഘട്ടത്തിൽ തീവ്രമായ വരൾച്ച കാർഷിക മേഖലയിലെ ഉൽപ്പാദനം ഗണ്യമായി കുറയ്ക്കുകയും പദ്ധതി പൂർണ്ണ പരാജയമാകാൻ കാരണമാവുകയും ചെയ്തു. ഒന്നാം പഞ്ചവത്സര പദ്ധതി 5.6% വാർഷിക വളർച്ച ലക്ഷ്യമിട്ടിരുന്നെങ്കിലും നമുക്ക് നേടാനായത് കേവലം 2.8% വളർച്ച മാത്രമാണ്. അപ്പോൾ മൂന്നാം പദ്ധതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു. ഇറ്റ് ഗേവ് ടോപ്പ് പ്രയോറിറ്റി ടു ബോത്ത് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്, എയിമിങ് അറ്റ് എ ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇക്കോണമി. It is based on establishment of a self-reliance and self-generating economy for our country, and its prime objective was import substitution by encouraging domestic production. During the third plan period, National Dairy Development Board was established. That was established in 1965. But third 5-year plan was a total failure. The major factors resulted in the failure of third plan is Chinese aggression of 1962, Indo-Pak War of 1965, and unfavorable climatic conditions, that is severe drought prevailed in our country during the plan period, negated the growth of our economy. The targeted growth rate was 5.6% per annum, but we could achieve only a 2.8% growth rate. Therefore, the third plan, which aimed at a balanced development, failed miserably to achieve all the targets, resulting in a planned holidays for the next 3 years. മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നേരിട്ട തിരിച്ചടികൾ നമ്മളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയൊരു പഞ്ചവത്സര പദ്ധതി വിഭാവന ചെയ്യാനുള്ള കഴിവ് തന്നെ നഷ്ടപ്പെടുത്തിയെന്ന് പറയാം. That means our economy was not in a position to formulate another 5-year plan immediately on completion of
the third 5-year plan. Therefore, 3 annual plans were followed this third 5-year plan. This period, these 3 years, is known as plan holidays. Plan holidays means the annual plans which followed third 5-year plan, and because of the failure of third 5-year plan and the setbacks during the third 5-year plan, our economy was not in a position to launch another 5-year plan. Therefore, immediately after the third plan, what followed was plan holidays or annual plans for the period 1966-69. Fourth 5-year plan was launched in 1969 and its period was 1969-1974. Fourth 5-year plan was based on Gargill model and its aim was growth with stability and progressive achievement of self-reliance. അപ്പോൾ പ്ലാൻ ഹോളിഡേയ്സിനെ തുടർന്ന് 1969 4-ാം പഞ്ചവത്സര പദ്ധതിക്ക് ആരംഭം കുറിച്ചു. 1969-1974 ഈ കാലഘട്ടമാണ് 4-ാം പദ്ധതി. ഗാഡ്ഗിൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ മോഡലിനെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തതാണ് 4-ാം പഞ്ചവത്സര പദ്ധതി. ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി, സസ്റ്റെയിൻ ചെയ്യുന്ന ഡെവലപ്മെൻറ്റ്, അതോടൊപ്പം സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് ഉള്ള മുന്നേറ്റം. അതിന് എന്തെല്ലാമാണോ ആവശ്യം അതെത്ര അല്ലേ നേടുക. ഗ്രോത്ത് വേണം, ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് സസ്റ്റെയിൻ ചെയ്യണം. ഇത് കൂടാതെ സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന ആത്യന്തികമായ ലക്ഷ്യം കൈവരിക്കുകയും വേണം. ഇതായിരുന്നു 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഈ കാലഘട്ടത്തിലാണ് 14 സ്വകാര്യ ബാങ്കുകൾ ദേശസൽക്കരിക്കുന്നത്. 1970 ഓപ്പറേഷൻ ഫ്ലഡ്, പാലുൽപാദനത്തിൽ വമ്പിച്ച കുതിച്ചുചാട്ടത്തിന് കാരണമായ ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിക്കുന്നത് 1970-ലാണ്. ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. അപ്പോൾ നമ്മളൊന്ന് റിവൈസ് ചെയ്താൽ, ഫോർത്ത് പ്ലാൻ വാസ് ലോഞ്ച്ഡ് ഇൻ 1969. 1969-1974 was the period of the fourth plan. It was based on Gargill model. Its prime objective is growth with stability and attainment of self-reliance through progressive achievements. Self-reliance to be achieved with progressive achievements. During the fourth plan, 14 private banks were nationalized in 1969 and in 1970 Operation Flood was launched by National Dairy Development Board. It was in the year 1970. 4-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇന്ത്യ ആദ്യമായി ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുന്നത്. അത് രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിലാണ്. ടെസ്റ്റ് നടന്നത് 1974 മെയ് 18-നാണ്. സ്മൈലിംഗ് ബുദ്ധ എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. ഈ പദ്ധതി 5.7% വാർഷിക വളർച്ച ലക്ഷ്യമിട്ടിരുന്നെങ്കിലും 3.3% വർധന നേടാനേ കഴിഞ്ഞുള്ളൂ. ഈ പദ്ധതി കാലഘട്ടത്തിലും പരാജയത്തിന് കാരണമായത് 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണ്.
The first nuclear test was conducted at Pokhran in Rajasthan on 18th May 1974. The first nuclear test done by India in 1974, that is on 18th May at Pokhran in Rajasthan. It is also known as Smiling Buddha. The plan was a failure because it could not achieve the target of 5.7%. The projected growth rate was 5.7%, but we could achieve 3.3% growth rate only. A major factor responsible for failure of the plan is the Indo-Pak War of 1971, which resulted in diversion of resources from other sectors to the defense sector. During 1971, Bangladesh was formed. That was the immediate effect of Indo-Pak War of 1971. നമുക്ക് അഞ്ചാം പഞ്ചവത്സര പദ്ധതി പരിശോധിക്കാം. 1974-79 അഞ്ചാം പദ്ധതിയുടെ കാലഘട്ടം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വാശ്രയത്വവും ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപകൽപ്പന ചെയ്തതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. DP ധർ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ പ്രിപ്പറേഷനാണ് ഈ അഞ്ചാം പദ്ധതി. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വളരെ പ്രസിദ്ധമായ ഗരീബി ഹഠാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അഞ്ചാം പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം 1975 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ചതും ഈ പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിലാണ് വളരെ പ്രസിദ്ധമായ 20 പരിപാടി ഇന്ദിരാഗാന്ധി കൊണ്ടുവരുന്നത്. 1975 നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ 20 പരിപാടിയുടെ പ്രഖ്യാപനം നടത്തുന്നതും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. നമുക്ക് നോക്കാം. The fifth plan was launched in 1974 and its period was 1974 to 1979. The main target, the main goal of the fifth plan is removal of poverty. പോവർട്ടിയുടെ നിർമ്മാർജ്ജനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അത് എങ്ങനെയാണ്? സെൽഫ് റിലയൻസിൽ അധിഷ്ഠിതമായ വികസനത്തിലൂടെ ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. Therefore, removal of poverty and achievement of self-reliance was the prime objectives of our fifth plan. It is the fifth plan is formulated by Professor DP Thar, and during the plan period, the famous slogan "Garibi Hatao" is put forward by our former Prime Minister Mrs. Indira Gandhi. During the fifth plan, integrated child development scheme was launched. It was started on Gandhi Jayanti Day, that is October 2nd, 1975, and the famous 20-point program. 20-point program was announced by our Prime Minister Mrs. Indira Gandhi during the fifth plan period. 4.4% വാർഷിക വർധന പ്രതീക്ഷിച്ചിരുന്ന പദ്ധതി 4.8% വാർഷിക വളർച്ച നേടിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ സവിശേഷതയാണ്. കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നതും
ഈ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. Therefore, the plan was a success. Fifth plan was a success because as against the targeted growth rate of 4.4% per annum, we were able to achieve. That means we were exceeded the target and achieved a growth rate of 4.8%. Command Area Development Program. Command Area Development Program CADP was launched during the fifth plan period. Therefore, fifth plan was noted for its prime objective of Garibi Hatao, removal of poverty, and this attainment of this objective through self-reliance, establishment of self-reliance. The period from 1978 to 1980 is known as the period of rolling plans. The new Janata government terminated the fifth plan and they launched this rolling plan. Rolling plan is a concept of short term, medium term and long term plan. Therefore, a perspective plan along with a medium plan and a short term plan is a rolling plan. Therefore, we are setting forth a target for a long period, and for the achievement we are preparing medium term plans, say for 5 years, and this each year this target is revised for achieving what is called our perspective plan. Therefore, a combination of short term, medium term and long term plan is a rolling plan that is introduced by the Janata government, which came to power in 1977, and the rolling plan period is considered as 1978 to 1980. It is based on the concept of rolling plan put forth by Gunnar Myrdal in his very famous book Asian Drama. 1977 അധികാരത്തിൽ വന്ന ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി നേരത്തെ അവസാനിപ്പിക്കുകയും പുതിയ ഒരു റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഗുണ്ണാർ മിർദലിൻ്റെ ഏഷ്യൻ ഡ്രാമയിൽ പരാമർശിച്ചിട്ടുള്ള റോളിംഗ് പ്ലാൻ എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ റോളിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘകാല പദ്ധതി എന്ന് പറയുമ്പോൾ 25 അല്ലെങ്കിൽ 50 വർഷത്തേക്ക് സമ്പദ് വ്യവസ്ഥ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ, നമ്മുടെ ലക്ഷ്യം എന്തൊക്കെയാണോ അത് നേടുന്നതിന് ഒരു മീഡിയം ടൈം പ്ലാൻ 5 വർഷത്തതോ അല്ലെങ്കിൽ 6 വർഷം ഉൾക്കൊള്ളുന്ന ഒരു മീഡിയം പ്ലാൻ. ഇനി ഈ മീഡിയം പ്ലാൻ്റെ ലക്ഷ്യം ഓരോ വർഷവും റിവൈസ് ചെയ്യപ്പെടും. അങ്ങനെ ഓരോ വർഷവും റിവൈസ് ചെയ്യുന്ന ഷോർട്ട് ടൈം പ്ലാനും ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിലേക്കുള്ള ഒരു മീഡിയം പ്ലാനും വഴി നമ്മുടെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് പ്ലാൻ, അതാണ് റോളിംഗ് പ്ലാൻ. ഓരോ വർഷവും നമ്മൾ റിവൈസ് ചെയ്യും. ഓരോ വർഷവും റിവൈസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് ടൈം പീരീഡിൽ ഒരു മീഡിയം ടൈം പീരീഡിൽ അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റുകൾ ഓരോ വർഷവും പുതുക്കപ്പെടുന്നു. അത് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ ഒരു ദീർഘകാലഘട്ടത്തിലേക്ക് ഒരു 25 വർഷത്തേക്കോ മറ്റോ നമ്മുടെ ലക്ഷ്യം എന്താണോ അത് കൈവരിക്കുക, അതാണ് റോളിംഗ് പ്ലാൻ. പക്ഷേ ഇത് ജനതാ ഗവൺമെൻറ് പതനത്തോടെ റോളിംഗ് പ്ലാൻ ഉപേക്ഷിക്കപ്പെടുക ഉണ്ടായത്. അപ്പോൾ ജനതാ ഗവൺമെൻറ് സംഭാവനയാണ് റോളിംഗ് പ്ലാൻ. 1978 ഫിഫ്ത്ത് പ്ലാൻ ടെർമിനേറ്റ് ചെയ്ത് റോളിംഗ് പ്ലാൻ ആരംഭിച്ചു.
1980 ജനതാ ഗവൺമെൻറ് പതനത്തെ തുടർന്ന് ഈ റോളിംഗ് പ്ലാൻ എന്ന കൺസെപ്റ്റേ ഉപേക്ഷിക്കപ്പെടുകയും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഗവൺമെൻറ് 6ാം പഞ്ചവത്സര പദ്ധതി പുതുതായി ആരംഭിക്കുകയും ചെയ്തു. തുടർന്നുള്ള പഞ്ചവത്സര പദ്ധതികളുടെ സംക്ഷിപ്ത വിവരണവുമായി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല നമസ്കാരം.